ഇരുമ്പൊളക്ക് വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കഴിച്ചാൽ വിടുതൽ കിട്ടുമോ? ഇതുപോലെയാണ് നമ്മളുടെ കൂട്ടത്തിലെ പല സഹോദരന്മാരും സഹോദരിമാരും കൂട്ടുവിശ്വാസികൾ. ജഡികതയിൽ നിന്നുകൊണ്ട് വിടുതൽ കിട്ടാൻ ചിലർ ആഗ്രഹിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദാവീദ് തന്റെ പാപം കുറെ കാലത്തേക്ക് മറച്ചുവെച്ചു. പിന്നീട് ദൈവത്തിന് ഹരണയാഗം അർപ്പിച്ചും ഹോമയാഗം അർപ്പിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദാവീദ് ശ്രമിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് ദാവീദിന് മനസ്സിലായി. അവസാനം ദാവീദിന് മനസ്സിലായി. സങ്കീർത്തനം 51:17 നമ്മൾ വായിക്കുന്നു, തകർന്നിരിക്കുന്ന ഹൃദയത്തോടെ, തകർന്നും മുറുകിയിരിക്കുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ചെന്നാൽ ദൈവം തന്റെ പാപങ്ങൾ, തന്റെ പ്രാർത്ഥന നിരസിക്കുകയില്ല, തന്റെ പാപങ്ങൾ മോചിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ചെന്നാൽ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മൾക്ക് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ നീതീകരിക്കുവാൻ തക്കണം, ശുദ്ധീകരിക്കുവാൻ തക്കണം, വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവന് ശുഭം വരുമെന്നാണ് പറയുന്നത്. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ലെന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പലരും ഇന്ന് ജഡികതയിൽ നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. ഉപവസിച്ചാലും ആ ആത്മാവിലോട്ട് വരത്തില്ല. ഇപ്പൊ ജഡികൻ, ആത്മികൻ, പ്രാകൃതൻ 3 ഉണ്ടല്ലോ. ഇവർ 3 പേര് സഭയ്ക്കകത്തുള്ളവരാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ ജഡികതയിലുള്ളവർ കൂടുതലും സഭയ്ക്കകത്ത് ജഡികരാണ്. ക്രിസ്തുവിൽ വളരാത്തവർ, വചനം കേൾക്കാലും അത് ഏറ്റെടുക്കാത്തവർ, ഉപവസിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ വിടുതൽ വേണം താനും. സ്തോത്രം. ചുക്ക് കഷായം ഞാൻ പറഞ്ഞല്ലോ, ഇരുമ്പളക്ക് വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കഴിച്ചാൽ വിടുതൽ കിട്ടത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.